നമസ്കാരം. ഡിസംബർ 19 ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ ഭൂചലനമുണ്ടാകും. ആ ഭൂചലനത്തിൽ നരേന്ദ്രമോദി സർക്കാർ പാടെ തകർന്നു പോകും. അതിനുശേഷം പുതിയൊരു പ്രധാനമന്ത്രി ഉണ്ടാകും. നരേന്ദ്രമോദി രാജിവെക്കും. ആ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും, BJP കാരനായിരിക്കും. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചവാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രവചനമാണിത്. അതായത് ഇന്ത്യയിൽ എന്തോ നടക്കാൻ പോകുന്നു, അത് നരേന്ദ്രമോദിക്ക് യുടെ ഒരു അവസാനമുണ്ടാക്കും, നരേന്ദ്രമോദി സർക്കാരിന് അവസാനമുണ്ടാക്കും എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് അന്ന് ഈ കോൺഗ്രസ് നേതാവ് നടത്തിയത്. തൊട്ടു പിന്നാലെ ഡിസംബർ 18 ആയപ്പോൾ ശിവസേന UBT നേതാവ് സഞ്ജയ് റൗട്ടും അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇതാ രാഷ്ട്രീയ ഭൂകമ്പം വരുന്നു, നാളെയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഗം അവസാനിക്കും, നരേന്ദ്രമോദി രാജിവെക്കേണ്ടി വരും, അമേരിക്കയിൽ നിന്നും ഒരു വലിയ വെളിപ്പെടുത്തൽ വരും എന്നൊക്കെയാണ് സഞ്ജയ് റൗട്ടും ആവർത്തിച്ചത്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ വിദേശത്ത് നടക്കുന്ന എന്തോ ഒരു സംഭവത്തിൽ ഒരു വലിയ പരാമർശമുണ്ടാവുകയും നരേന്ദ്രമോദിയുടെ എന്തോ ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കപ്പെടുകയും അതോടുകൂടി നരേന്ദ്രമോദി ഭരണകൂടം തകരുകയും ചെയ്യും എന്നാണ് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ മുന്നണിയിലെ ഏതാനും ചില രാഷ്ട്രീയ നേതാക്കൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഇവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഭാരതത്തിലെ ചില മാധ്യമങ്ങളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകാൻ തുടങ്ങി. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതോ വലിയ കുറ്റകൃത്യം നടത്തിയ ആളാണ് എന്ന രീതിയിൽ വരെ രാഷ്ട്രീയമായി ഉന്നത്തോടുകൂടി ലക്ഷ്യത്തോടുകൂടി റിപ്പോർട്ടുകൾ വന്നു, മാധ്യമ റിപ്പോർട്ടുകൾ വന്നു. അപ്പോഴെല്ലാം നരേന്ദ്രമോദിയോ BJPയോ ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ആ സമയത്ത് നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ഡിസംബർ 19 കഴിഞ്ഞ് ഇത്രയും ദിവസമായിരിക്കുന്നു. ഇന്ന് ഡിസംബർ 27 ആയിരിക്കുന്നു. ഈ പറഞ്ഞ രാഷ്ട്രീയ ഭൂകമ്പം ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയുമാണ്. ഇവരെല്ലാം പറഞ്ഞു വെച്ചത് അമേരിക്കയിൽ പുറത്തു വന്ന എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചാണ്. ഡിസംബർ 19 അമേരിക്കയുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടുമെന്നും ആ എപ്സ്റ്റൈൻ ഫയൽസിൽ ലോക നേതാക്കളുടെ ചില ക്രിമിനൽ നടപടികൾ അല്ലെങ്കിൽ ലോക നേതാക്കൾ നടത്തിയ ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ഉണ്ടെന്നും അതിൽ നരേന്ദ്രമോദിയെക്കുറിച്ചും ഉള്ള പരാമർശമുണ്ട് എന്നുമാണ് ഇവിടെ ചിലർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. എപ്സ്റ്റൈൻ ഫയൽസ് 19 തന്നെ പുറത്തു വന്നു. 19, 20, 22 ഒക്കെ പല ഘട്ടങ്ങളിലായി 10,000-കണക്കിന് ഡോക്യുമെൻറ്റുകളാണ് എപ്സ്റ്റൈൻ ഫയൽസിൽ നിന്നും അമേരിക്കൻ ഗവൺമെൻറ് പുറത്തുവിട്ടത്. ഇതിലെല്ലാം ബിൽ ക്ലിൻ്റൺ കുളിക്കുന്നതും അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നതും നോം ചോംസ്കി സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും ഒക്കെയാണ് ആ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന ഈ പറയുന്ന രേഖകളിലുള്ളത്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഒരു വലിയ കുറ്റവാളിയുടെ വീടും പരിസരവും ഒക്കെ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ചില രേഖകളും തെളിവുകളും ഒക്കെയാണ് അമേരിക്കയുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടത്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അയാളൊരു അന്താരാഷ്ട്ര ബ്രോക്കറാണ്. ലോക നേതാക്കളുമായിട്ടൊക്കെ ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബിൽ ഗേറ്റ്സ്, ബിൽ ക്ലിൻ്റൺ, നോം ചോംസ്കി ഇവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഫോട്ടോകളും മറ്റുമുണ്ട്. ഇയാൾക്കരികിൽ എപ്പോഴും ചില പെൺകുട്ടികളെയൊക്കെ കാണാമായിരുന്നു. നേരത്തെ പറഞ്ഞ ലോക നേതാക്കളുടെ അടുക്കലും ചില പെൺകുട്ടികളുണ്ടായിരുന്നു. ബിൽ ക്ലിൻ്റനോടൊപ്പം 3-4 പെൺകുട്ടികൾ കുളിക്കുന്നതും ഒക്കെയുള്ള ചിത്രങ്ങൾ, നീന്തൽ കുളത്തിൽ കുളിക്കുന്നതുമായിട്ടൊക്കെയുള്ള ചിത്രങ്ങൾ. ഇതിലൊന്നും വലിയ കുറ്റകൃത്യങ്ങളൊന്നുമില്ല. പക്ഷേ ജെഫ്രി എപ്സ്റ്റീൻ എന്തിനാണ് ജയിലിലായത് എന്ന് ചോദിച്ചാൽ ഇയാളുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ്. അങ്ങനെയാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. അതിൻ്റെ പേരിലാണ് അന്വേഷണം നേരിട്ടത്. ഈ അന്വേഷണം വലിയ കുറ്റകൃത്യങ്ങളിലേക്ക്, ഏതാണ്ട് 100 കണക്കിന് പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും ഇയാളുടെ ഗേൾ ഫ്രണ്ട് അതിന് കൂട്ടുനിന്നു എന്നും ഒക്കെയാണ് തെളിവുകൾ പിന്നീട് പുറത്തു വന്നത്. ഇയാളെ പിന്നീട് ജയിലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുകയായിരുന്നു. ഇത്തരത്തിൽ വൃത്തികെട്ട ഒരു ക്രിമിനലിനോടൊപ്പം നരേന്ദ്രമോദിയെ ചേർത്ത് വായിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യയിൽ നടന്നത്. അതായത് ജെഫ്രി എപ്സ്റ്റീൻ ചെയ്തത് ഈ പറയുന്ന പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായിട്ടുള്ള ലൈംഗിക വീഴ്ചയാണ് എങ്കിൽ സമാനമായ കുറ്റകൃത്യങ്ങളാണ് ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലോക നേതാക്കളെല്ലാം നടത്തിയിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അതിൽ നരേന്ദ്രമോദിയെ ഉൾപ്പെടുത്താനുമുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. ആ ഒരു പരാമർശങ്ങളാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുണ്ടായത്. എന്നാൽ രാഷ്ട്രീയ നേതാക്കളെ മറികടന്നുകൊണ്ട് വളരെ മൂർച്ചയേറിയ ഒരു അസത്യ പ്രചരണം പ്രചരിപ്പിക്കാൻ ഭാരതത്തിലെ ചില മാധ്യമങ്ങളും ശ്രമിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ കുറ്റവാളിയാക്കി തീർത്തുകൊണ്ട് തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇത്രയും ദിവസമായിട്ടും നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെ ഒരു രേഖയൊന്നും പുറത്തു വന്നിട്ടില്ല. അത്തരത്തിലൊരു രേഖയൊന്നുമില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നു ഒരുപക്ഷെ ആദ്യം പുറത്തു വരേണ്ടത്. ഇതുവരെ അത്തരത്തിലുള്ള രേഖകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പേരിൽ നരേന്ദ്രമോദിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും ഇനി മാപ്പ് പറയുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഇപ്പോൾ മാറുന്നത്. വെബ് ഡെസ്ക്
തത്തുമൈ ന്യൂസ്.